എങ്ങോട്ടാ ഗ്ലാസ് ഒക്കെ വെച്ച്? നമ്മളൊരു പുലിയെ കാണാൻ പോലെ കടിക്കുന്ന പുലിയാണോ? കടിക്കുന്ന പുലിയാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലിക്കുന്ന പുലിയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ പുലി. ലോകം തന്നെ കീഴ്മേൽ മറിയുന്നു എന്ന തലവാചകവുമായി അവതരിപ്പിച്ച ഒറാങ്ങുട്ടാന്റെ ചിത്രത്തിലൂടെ ലോകമെമ്പാടുമുള്ള കാഴ്ചക്കാരെ അമ്പരിപ്പിക്കുകയും നേച്ചർ TTL രാജ്യാന്തര പുരസ്കാരം നേടുകയും ചെയ്ത തോമസ് വിജയൻ എന്ന ഫോട്ടോഗ്രാഫർ പുലി. ലണ്ടനിലെ നാഷണൽ ഹെറിറ്റേജ് മ്യൂസിയം അഥവാ NHM വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ പുരസ്കാരം ഉൾപ്പെടെ 100-ലേറെ ബഹുമതികളുടെ ഉടമ. ബാംഗ്ലൂരിൽ വളർന്നു കാനഡയിൽ താമസമാക്കിയ മലയാളി. പ്രകൃതിസ്നേഹി കൂടിയായിരുന്ന കോട്ടയം പാമ്പാടി മാക്കൽ MD തോമസിന്റെയും ശോശാമ്മയുടെയും മകൻ. സമ്പൂർണ്ണ ഫോട്ടോഗ്രാഫി കുടുംബമാണ് വിജയന്റെ. സഹോദരങ്ങളായ മോഹനും രാജനും മാത്രമല്ല, മക്കളും ഈ വഴിയിൽ തന്നെ. 6 വർഷമായി നിക്കോൺ ക്യാമറയുടെ മധ്യപൂർവ്വദേശവും ആഫ്രിക്കയും ഉൾപ്പെടുന്ന മേഖലയിലെ ബ്രാൻഡ് അംബാസഡർ കൂടിയാണ് തോമസ് വിജയൻ. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ കാണുന്ന സ്കൈ അത് വെള്ളത്തിൽ നിന്ന് റിഫ്ലക്ഷൻ കിട്ടുന്നതാണ്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് 2-3 കാര്യങ്ങൾ മെയിനായിട്ട് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വി ഹാവ് ടു പിക്ക് റെയിനി സീസൺ. റെയിനി സീസണിൻ്റെ ഉള്ളൂ അത്രയും വെള്ളം കെട്ടിക്കാൻ. ഞാൻ ഇതിന് മുമ്പ് 2-3 പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ അന്നേരം വെള്ളം അവിടെ ഇല്ല. അപ്പം we have to pick a rainy season and not the day that we are going also. It has to be very tricky just because it should not be a windy day. ഇപ്പോൾ ഭയങ്കര വിൻഡ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു മിറർ ഇത് കിട്ടത്തില്ല. The caption was actually the world is going upside down and the caption is also the world is going upside down. അത് 2 ഇത്, ഒന്ന് കോവിഡിൻ്റെ ഇത് കാരണം ആൾക്കാർ were looking for it, and also ഇതിൻ്റെ loss of habitat, like ഇതിൻ്റെ numbers are drastically coming down just because ഹ്യൂമൻ ഗ്രീഡ്. ഇത് ഹ്യൂമൻ ഗ്രീഡ് എന്ന് പറഞ്ഞാലും നമ്മളോട് പോകുമ്പോൾ ഭയങ്കര സങ്കടം വരുന്നത്. ഈ ഉറാങ്കുട്ടാൻ എന്ന് പറഞ്ഞാൽ 97% ഹ്യൂമനാണ്. ഇറ്റ്സ് എ കസിൻ ഓഫ് ഹ്യൂമൻ. നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ വി ഓൾവേസ് ഫീൽ ലൈക്ക് ഇറ്റ് വോണ്ട്സ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് us, like tell us something. നമ്മുടെ കണ്ണിലോട്ടൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും. ഞാനൊരു പടം കാണിക്കാം. അതിൻ്റെ അകത്ത് 4 മരം വെട്ടിയിരിക്കുന്നു. അത് ഞാനവിടെ അത് നാത്തിൻ്റെ 2 കൈയും 2 അത് അതിന് കൈയും കാലും ഒരുപോലെ അതിങ്ങനെ പിടിച്ചുകൊണ്ട് എൻ്റെ ഇങ്ങനെ നോക്കിയത് പറയുന്ന പോലെ it was shocking for me. I was telling in my mind, if I get a chance, I will put it out to the world, so their home is being taken away for one cause only. അതിൻ്റെ ഒറ്റ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, I mean, just for the oil, palm oil. And see, palm oil ഇതെന്ന് വരുമ്പോഴത്തേനും നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ palm oil is just an option. There are hundreds of things which can substitute for palm oil, but it is just an option for us. But ഇതിന് ഓപ്ഷൻ ഇല്ല. They lose their home, they lose their food, they lose everything and eventually they die. ഈ ഫോട്ടോയ്ക്ക് ഈ വർഷത്തെ വേൾഡ് നേച്ചർ ഫോട്ടോഗ്രാഫർ ഓഫ് ദ ഇയറും കിട്ടിയ 2020 വേൾഡ് നേച്ചർ ഫോട്ടോഗ്രാഫർ ഓഫ് ദ ഇയറും കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഐ ആം റിയലി ഹാപ്പി വിത്ത് ദിസ് പിക്ചർ ജസ്റ്റ് ബിക്കോസ് ഐ ആം ഏബിൾ ടു സെൻഡ് ഔട്ട് ദറ്റ് വേർഡ്, like the save orangutan എന്നുള്ളത്. So that is actually like something I feel really happy about. At a stretch around 4 to 5 hours, but I mean the whole trip was like 1 week. Okay, ഇത് എത്ര നാൾ മുമ്പ് ഇതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ തുടങ്ങി? ജസ്റ്റ് ഫോർ ദിസ് പിക്ചർ ഇതിനെക്കുറിച്ച് പഠിക്കണം. അത് ഇവിടെ I did multiple trips just to that location, multiple trips, like so നമ്മൾ ഓരോ പ്രാവശ്യം പോകുമ്പോൾ തന്നെ like I mean നമുക്ക് അവിടെ അവിടെയുള്ള ഗൈഡ്, ഓഫ് കോഴ്സ് എവിടെ പോയാലും നമുക്കൊരു ഗൈഡ് വേണം. അപ്പം അവരോട് ചോദിക്കുക എവിടം വരെ വെള്ളം വരും, മഴക്കാലത്ത് എവിടം വരെ വരും. സോ ദെൻ വി ന്യൂ ദാറ്റ് like the water can come till there. ഈ ലൊക്കേഷനിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a big task. It is a very very big task. And ആ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് we have to go through a small river, but the river is connecting from the ocean. Okay. We have to cross that ocean to get into the small river. And
why we had to, and we had to also go in a small fiber boat. Is again actually like the reason on the fiber boat and the small, നമ്മൾ ഈ ഓഷ്യൻ കഴിഞ്ഞിട്ട് ഈ സ്മോൾ റിവർ ഭയങ്കര നാരോ റിവറാണ്. അപ്പം നമ്മൾ വലിയ ബോട്ടുമായിട്ട് പോയാൽ പിന്നെ ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല. അപ്പോൾ ഇറ്റ് ഹാസ് ടു ബി എ വെരി സ്മോൾ ബോട്ട്. ക്രോസിംഗ് ഓൺ എ സ്മോൾ ബോട്ട് ഇൻ എൻ ഓഷ്യൻ ഈസ് ഞാൻ എന്നുവെച്ചാൽ 4 അടി 5 അടി ഹൈറ്റ് വരുമ്പോഴത്തേനും നമ്മളിങ്ങനെ പോയിട്ട് 2 പേർക്ക് പോകാൻ പറ്റത്തുള്ളൂ. ആദ്യത്തെ ട്രിപ്പ് ഞാൻ ഓഷ്യൻ്റെ ഒരു കുറേ ഇപ്പോൾ ഇങ്ങനെ തിരയടിക്കുമ്പോഴത്തേന് അവിടെയൊക്കെ പറഞ്ഞ ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ഒന്നും അല്ല. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, എൻ്റെ മറ്റേ ലൈഫ് വെസ്റ്റ് ഇന്ത്യ ലൈഫ് വെസ്റ്റ് ഇപ്പം ഞാനൊരു സബ്ജക്റ്റിനെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു സബ്ജക്റ്റ് ഇങ്ങനെ കിട്ടാനായിട്ട് ബെറ്റർ ആയിരിക്കുമെന്നോ എനിക്കൊരു ഇതുണ്ട്. സോ അത് കിട്ടുന്ന വരെ ഇപ്പം നമുക്ക് ഉറാങ്കുട്ടായുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇത് മനസ്സിൽ കയറിയത് എത്ര വർഷം മുമ്പ്? ദിസ് ഇസ് ലൈക്ക് അറൗണ്ട് 3-4 years back. ഇപ്പം നമുക്കിപ്പോൾ ഉറാങ്കുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഉറാങ്കുട്ടയുടെ ഒരു പടം കണ്ടു. ആൻഡ് നമ്മളിപ്പോൾ ആ ഉറാങ്കുട്ടയുടെ നമ്മൾ എങ്ങനെ പോയി എടുത്തെന്ന് പറഞ്ഞാലും ലൈക്ക് ഇറ്റ് വിൽ ബി ജസ്റ്റ് അനദർ ഇമേജ്. സോ നമ്മൾ ഒരു 1000 നോർമൽ ഇമേജ് എടുക്കുന്നതിനെക്കാട്ടി ഒരു സ്പെഷ്യൽ ഇമേജ് എടുക്കുന്നതായിരിക്കണം നമ്മുടെ ഫ്രെയിമിങ്ങിൻ്റെ. സോ അതിനുവേണ്ടി നമ്മൾ വി ഹാവ് ടു ലൈക്ക് either there are 2 things, either plan for it or wait for it. Wait for it, like it might actually, like we cannot say the time. It can happen, it cannot happen, like so that is. And അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ nobody is sure about it, but planning for it is actually, but needs a lot of homework, lot of support from the locals. You have to do a lot of study and then plan accordingly. You can like reduce the wait time, and so far I've achieved most of the projects which I have done, and good results. ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയ ചിത്രം, എൻ്റെ ആദ്യത്തെ അവാർഡ് കിട്ടിയതും ഒരു ഗ്രേ ലങ്കൂർ എന്ന് പറഞ്ഞ അത് 2 കുരങ്ങിന്റെ വാലയിൽ ഇത് ചിരിച്ചോണ്ട് ലൈക്ക് സ്വിങ് ചെയ്യുന്ന ഫൺ ഫോർ ഓൾ ഏജസ് എന്ന് പറഞ്ഞ് ദാറ്റ് ഇസ് ദ വൺ വിച്ച് അതാണ് ഫസ്റ്റ് അവാർഡ് കിട്ടുന്നത്. ഫസ്റ്റ് അവാർഡ് കിട്ടിയത് BBC അവാർഡ്, അല്ലെങ്കിൽ അത് കോൾഡ് ആക്ച്വലി ദ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം അവാർഡ്. National History Museum Award is NHM Award is considered as an Oscar of photography. And that is my very first award. So that like gave me a more like encouragement to get into many more like. So the awards in the I recommend people should get into competitions and stuff like that. Like. And it is just not actually recognition. When you get into any of the competitions, your style of shooting or actually your way of seeing things, everything changes. Just because like that you will be actually judged among one of the 10,000 frames, and you have to stand out. And നമ്മൾ ഈ കോമ്പറ്റീഷൻ ഇത് ചെയ്യുമ്പോൾ തന്നെ വി ഹാവ് ടു ഗീവ് ദ റോ ഫയൽ, ക്യാമറയുടെ റോ ഫയൽ കൊടുക്കുക. അപ്പം മാനിപ്പുലേഷൻ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ലൈക്ക് നമ്മൾ അതിൻ്റെ റൈറ്റ് ആംഗിൾ ആയിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ സൈഡിൽ ഒരു ജീപ്പ് ഉണ്ടെന്ന് അത് നമുക്ക് ഫോട്ടോഷോപ്പിൽ എടുത്താൽ അങ്ങനെ ഒന്നും പറ്റത്തില്ല. ലൈക്ക് സോ വെൻ യു ആർ ഷൂട്ടിങ് യു വിൽ മേക്ക് ഷുവർ ലൈക്ക് യു ആർ ഷൂട്ടിങ് ഇറ്റ് വെൽ, ബിക്കോസ് ബാക്ക് ഓഫ് യുവർ മൈൻഡ് ലൈക്ക് ഓക്കെ നല്ല പടം കിട്ടിയ ഒരു കോമ്പറ്റീഷന് കൊടുക്കുകയാണ്. അപ്പം യുവർ ഷൂട്ടിംഗ് സ്റ്റൈൽ ചേഞ്ചസ്. സെക്കൻഡ് like നമ്മൾ ഒരു കോമ്പറ്റീഷൻ കൊടുക്കുമ്പോൾ തന്നെ we need not be the winner at all, but we'll go through hundreds of other people's and we'll see actually all the creative work. ഇപ്പം ഒരു കോമ്പറ്റീഷന് ജൂറി വന്ന് ചുമ്മാ ഒരു പടത്തിന് കൊടുക്കാൻ പറ്റും. there has to be something in that frame to get a prize. So നമ്മൾ അത് അങ്ങനെ കുറേ കാണുമ്പോൾ തന്നെ നമ്മുടെ ക്രിയേറ്റീവ്നെസ് നമുക്ക് കുറച്ചും കൂടെ ബൂസ്റ്റ് ആവും. I do very less of talking. You Google me, you'll find
thousands of my image. Let your work do the talking. Yeah. And especially for a photographer, let the frame speak for. Yeah. Let me even actually talk about the very first exhibition which happened in Cochin, Okay. 2014. That was in Darbar Hall. I mean, we were three of us, my elder brother, and a close friend, Shafiq. We travel a lot. He's a RTO in Ernakulam, a very close buddy, a very good photographer. എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്തിരിക്കുന്നത് ഷഫീഖായിരിക്കും. ഞങ്ങൾ 3 പേര് ഞാൻ അവിടെ പോയി പടങ്ങളെല്ലാം തലേ ദിവസം വെച്ചു. എന്ന് വെച്ചാൽ നമുക്കൊരു തീമുണ്ടല്ലോ, ബേർഡ്സ് ആണ് ബേർഡ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ വെർട്ടിക്കൽ ഫ്രെയിംസ് ആണ് വെർട്ടിക്കൽ. സോ ഐ ജസ്റ്റ് സെറ്റ് എവറിത്തിങ്. ആൻഡ് ഐ തിങ്ക് ഇറ്റ് വാസ് എ സിറ്റി മേയർ, കളക്ടർ, എല്ലാവരും ഇനോഗ്രേഷൻ വരുന്നുണ്ടായിരുന്നു. സോ ദ actual opening was around 5 o'clock the next day, and I booked my ticket 4 o'clock. So I leave to the airport at 2 o'clock, and everyone was like, why are you leaving, I said, actually this is a photo exhibition. Okay. This is a photo exhibition, and the photo has to do the talking, not me, if there is, and I wrote all the details of each pictures. അതിപ്പം വായിക്കാനെന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാ വെച്ചും പോന്നു കഴിഞ്ഞാൽ ഡീറ്റെയിൽ എല്ലാം ഉണ്ട്. അപ്പം അന്ന് ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഒത്തിരി വലിയ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടിയോ അങ്ങനത്തെ പടങ്ങളൊന്നും ഇല്ലതായിരുന്നു. പക്ഷേ മൈ കോൺസെപ്റ്റ് വാസ് ലെറ്റ് ദ ഫോട്ടോ ഡു ദ ടോക്കിംഗ്. റീസെൻറ്റ് ഈ കോവിഡ് സമയത്ത് ഞാൻ ഒരു ഇത് ചെയ്തപ്പോൾ തന്നെ now because none of the private ആൾക്കാർ ഒത്തിരി പറക്കാത്ത, the weather reports are not so accurate. അപ്പോൾ ഞാൻ പൈലറ്റിൻ്റെ അടുത്ത് പറഞ്ഞ് പോകാമെന്ന് പറഞ്ഞു. പോയി അപ്പം വി ആർ ഗോയിങ് ടു ദ വാലി. അപ്പം വാലി ഇതിൻ്റെ കാറ്റങ്ങ് ഹെവി ആവാൻ തുടങ്ങി. ദിസ് വാസ് ഓവർ ലേക്ക് മഗാദി. കാറ്റ് ഹെവി ആവാൻ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോപ്പർ കിടന്ന് അലയ്ക്കുക എന്ന് പറഞ്ഞ് അങ്ങ് ഇറ്റ് ഇസ് ജസ്റ്റ് ഗോയിങ് സിക്സാക്ക്. അതായത് വണ്ടി തന്നെ പോകുന്ന പോലെ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. ആൻഡ് സോ ഐ വാസ് ടെല്ലിങ് അപ്പം ഞങ്ങൾക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. saying I think we should land and wait for it, so that's main lower it. Pilot was saying, Thomas, it is not safe to do that just because it is going to increase, then we cannot come out of it. Okay. So, and അത് പോകുന്നെന്ന് പറഞ്ഞാൽ ക്ലിഫിൻ്റെ ഒക്കെ സൈഡിൽ കിട്ടാൻ. സോ അങ്ങനെ ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട്. ഇവൻ്റെ ഷഫീഖ് എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഞങ്ങൾ സുലവേസി ട്രാവൽ ചെയ്തപ്പോൾ തന്നെ അവിടെ കൂടുതൽ ഈ ലാൻഡ് സ്ലൈഡ് വരും. അപ്പം ഞങ്ങൾ വെരി ലാസ്റ്റ് ഡേ ഞങ്ങൾ വരുമ്പോൾ ഭയങ്കര മഴയായിരുന്നു. there was a landslide and the road got cut. So and we were going to airport, and so ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു വണ്ടി അറേഞ്ച് ചെയ്തിട്ട് എന്നിട്ട് വന്നു ഇവിടുന്ന് സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ. ഇത് ക്രോസ് ചെയ്യുന്ന പൊട്ടിയ ഒരു ബണ്ട. ഈ അവിടുത്തെ നമ്മുടെ നാട്ടിലൊക്കെ ഈ ചുമന്ന മണ്ണ് പോലെ സ്ലിപ്പറി, അതെന്ന് പറഞ്ഞാൽ ഈ ഗ്രീസ് പോലെയാണ് ഇരിക്കുന്നത്. നമുക്ക് എൻ്റെ തോളയിൽ ഹെവി ക്യാമറ ബാഗ് ഉണ്ട്. ക്യാമറ ബാഗ് ആക്ച്വലി എനിവേർ ബിറ്റ്വീൻ ആക്ച്വലി 20 to 28 kg വെയിറ്റ് ഉണ്ട്. അപ്പം ബാക്കിയുള്ളവരെല്ലാം ക്രോസ് ചെയ്തു. അപ്പോൾ എൻ്റെ ക്യാമറ, അപ്പം ഞങ്ങൾ 5 പേരായിരുന്നു, ഗൈഡും വേറെ ഫാമിലി. അപ്പോൾ എൻ്റെ തൊട്ട് മുമ്പ് ഷഫീഖ് പോകുന്നുണ്ട്. ലാസ്റ്റ് ഞങ്ങൾ അതിൻ്റെ ആ ബണ്ടിൻ്റെ പുറത്തുകൂടെ നടന്നു. ഇങ്ങനെ പക്ഷേ ഞങ്ങൾ കുഴിയുടെ അങ്ങോട്ട് നോക്കാതെ ലാസ്റ്റ് ഇപ്പം ഷഫീഖ് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാൽ കൈ തരാം, കൈ തരാൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഷഫീഖ് ജസ്റ്റ് സേഫ്റ്റി സേക്കിന് മറ്റേ ലോക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പം കൈ തരാൻ പറഞ്ഞപ്പോൾ തന്നെ ലോക്ക് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ കയറി പിടിച്ചു. എൻ്റെ കാല് തെറ്റി പുള്ളിയുടെ കാലിന് പൊങ്ങി. ഞാനിങ്ങനെ തൂങ്ങിക്കിടക്കുക, എൻ്റെ ബാഗുണ്ട്, പുള്ളി വീഴുവാണ്. പുള്ളി ഇങ്ങനെ
കിട്ടുന്നില്ല. പുള്ളി മാക്സിമം നോക്കിയിട്ട് കിട്ടുന്നില്ല പുള്ളിയുടെ ഒരു കാര്യം. ഇത് കണ്ടുകൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന ഒരാൾ, പുള്ളിക്ക് ഒരു 100 കിലോയ്ക്ക് മേലെ ഉണ്ട്, ലാലെന്ന് പറഞ്ഞു. പുള്ളിയുടെ കാല് പോകുന്നുണ്ട്, പുള്ളിക്ക് ചാടിക്ക് പിടിച്ചിരിക്കുക. ഈ 3 പേരിങ്ങനെ ഒരു തൂങ്ങിക്കിടക്കുന്ന സംഭവം എന്നൊക്കെ ഒരു വിധത്തിൽ പിന്നെ എല്ലാവരും കൂടെ പിടിച്ച് പിന്നെ മറ്റേവരും വന്ന് പിടിച്ച് വണ്ടിക്കകത്ത് കയറി. ഞങ്ങൾ എയർപോർട്ട് വരെ സംസാരിച്ചിട്ടില്ല. ലൈക്ക് വി ആർ ഫീറ്റ്. പേടിക്കാറുണ്ടോ അങ്ങനെയുള്ള? പേടിക്കാറുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴിയിലൊക്കെ തൂങ്ങിക്കിടക്കുമ്പോൾ പേടിക്കുമ്പോൾ അങ്ങനെ. അല്ലാതെ ഇപ്പം നമ്മൾ animals or birds and definitely they are much safer. എനിക്ക് കാട്ടിൽ പോകാൻ പേടിക്കുന്നെന്ന് പറഞ്ഞാൽ മനുഷ്യരെ പേടിക്കുന്നു. ഞാൻ ഇവൻ ഈ റഷ്യയിൽ പോയിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുക്ക് എഴുതാനാണെങ്കിൽ വലിയ സോ മെനി ഇൻസിഡൻസ്. എന്തുകൊണ്ടാണ് മനുഷ്യരെ പേടിക്കുന്നതെന്ന് പറയുന്നത് കാട്ടിൽ പോകാൻ? ഇപ്പോൾ ഞാൻ ഈ റഷ്യയിൽ ഞാൻ ടെൻ്റ് അടിച്ചിരിക്കുകയെന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ റഷ്യ പോയതിൻ്റെ മെയിൻ ഒരു സ്റ്റോറി ഉണ്ട്. ലൈക്ക് 3 മാസം റഷ്യൻ ലാംഗ്വേജ് പഠിച്ചിട്ടാണ് ഞാൻ പോയത്. 3 മാസം റഷ്യൻ ടീച്ചർ വീട്ടിൽ വന്ന് 2-3 മണിക്കൂർ കാര്യം അവിടെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം ഗോയിങ് ഇൻ ദ ബോർഡർ ഓഫ് ചൈന, നോർത്ത് കൊറിയ, റഷ്യ. ഒറ്റ അവിടുത്തെ ആൾക്കാർ പോലും പോകുന്നില്ല. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഒരു മിലിറ്ററി സോണും ഇതൊക്കെ ആയിട്ടാണ്. അപ്പം നമ്മൾ ഈ സാധനമൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേന് അവനും ഇല്ലെന്ന് തോന്നി അവനെ ചോദിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ലെന്നുണ്ടെങ്കിൽ ലൈക്ക് നമ്മുടെ കാര്യം തീർന്നു. ദ ഫസ്റ്റ് ടൈം ഐ വെന്റ് ദെയർ, നമ്മൾ അവിടെ പോകുന്നത് വി ഹാവ് ടു ഗോ ആൻഡ് രജിസ്റ്റർ ഇൻ ദാറ്റ് ഏരിയ. അപ്പം ഞാൻ ആദ്യം പോയപ്പോഴത്തേന് റഷ്യൻ്റെ അവരുടെ ഓഫീസിൽ ഒരു ലേഡി വിളിച്ച് she wants to see it. She said she will come and see you, or actually like ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് വിളിച്ചു. അപ്പം എന്തോ ഇപ്പം ഞാൻ സോ സ്റ്റാൻഡ് ലൈക്ക് എന്തോ വലിയ പ്രശ്നമാണെന്ന്. അപ്പം ഷീ ഈസ് ദ ചീഫ് ഓഫ് അവിടെ ഇമിഗ്രേഷൻ എടുക്കുക. ഇപ്പം ഞാനിപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേനും ഒരു ഭയങ്കര സന്തോഷം. യു ആർ ദ ഫസ്റ്റ് ഇന്ത്യൻ ടു കം ടു ദിസ് പ്ലേസ്. ദാറ്റ് ഈസ് ആക്ച്വലി ലൈക്ക് മോർ ഓവർ ടു സൗത്ത് of Russia, where it China, North Korea, Russia. എന്തായിരുന്നു പ്രോജക്റ്റ്? അതിന്റെ ലൈക്ക് ഇറ്റ്സ് ആക്ച്വലി ഫോർ ദ അമൂർ ലെപ്പേർഡിന്റെ പ്രോജക്റ്റ്. സക്സസ്ഫുൾ ആയിരുന്നു അപ്പോൾ? വെരി സക്സസ്ഫുൾ. ഞാൻ ഇന്ന് വിക്ടർ ജോർജിൻ്റെ കാര്യം എൻ്റെ പെണ്ണെടുത്ത് പറയുമായിരുന്നു. വിക്ടർ ജോർജിൻ്റെ പണ്ടത്തെ ഒരു പടം ഓർക്കുന്നുണ്ട്. ഒരു റൗണ്ടാനയിൽ ഷീമാട്ടി റൗണ്ടാനയാണ് അന്നത്തെ മറ്റേ. അതെ. അപ്പം അന്ന് സിഗ്നൽ ഇല്ല. ഈ സ്റ്റോപ്പ് ഇത് കാണിക്കുന്നത്. അപ്പം സ്റ്റോപ്പ് കാണിച്ചു അവിടെ സ്റ്റോപ്പ് കാണിക്കുന്നത് ഒരു 10 വണ്ടി വരുമായിരിക്കും. അത് സ്റ്റോപ്പ് കാണിച്ചു, പിന്നെ അത് നിർത്തി, പിന്നെ അടുത്ത വണ്ടിയാണ്. അന്ന് അമ്പലത്തിൻ്റെ കാള അത് ഇടയ്ക്ക് വന്ന് സ്വഭാവം മാറി ആൾക്കാരെ കുത്താനായിട്ട് പോലീസുകാരനെ വന്നപ്പോൾ തന്നെ പോലീസുകാരൻ സ്റ്റോപ്പും പിടിച്ചിങ്ങനെ നിൽക്കും. ലൈക്ക് നമ്മൾ ഞാൻ ഈ അമൂർ ലെപ്പേർഡിൻ്റെ ഇത് വന്നപ്പോൾ തന്നെ ഞാൻ ഐ ഗോട്ട് ദ ലെപ്പേർഡ് ആഫ്റ്റർ മൾട്ടിപ്പിൾ ട്രിപ്സ്. ആദ്യത്തെ ഒരു പ്രാവശ്യം ഈ അമൂർ ലെപ്പേർഡിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് 1 മാസത്തേക്കിനുള്ള, നമ്മൾ 1 മാസം ഇരിക്കത്തില്ല, എന്നാലും 1 മാസത്തേക്കിനുള്ള ചെറിയ ഡേറ്റ്സ് അത് ഇതെല്ലാം ആയിട്ടൊന്ന് പോവുക. എന്നിട്ട് അവിടെ പോയിട്ട് ഒരു സംസാരം നമുക്ക് ആബ്സല്യൂട്ട്ലി ഒരു സൗണ്ട് പോലും വെക്കാൻ മേലാതെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. ഹൈഡിൻ്റെ അകത്ത് ആഴ്ചകളോളം വെയിറ്റ് ചെയ്ത് നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ആൻഡ് ഐ ഹാഡ് ആക്ച്വലി സം സെൻസേഴ്സ് വിച്ച് ഗീവ്സ് മീ എ സ്മോൾ അലേർട്ട്. ഈ മോഷൻ സെൻസറിൻ്റെ ഞാൻ 2-3 ഇതിപ്പം അത് കൂടുതലും ഫോൾസ് ഇതായിരിക്കും. ഏതെങ്കിലും ഒരു ഇല വീണോ ഇത് വരുമോ. അപ്പം ഇത് ഡേ ആൻഡ് നൈറ്റ് നമ്മളിങ്ങനെ ആൻഡ് വൺ മോർ തിങ് ഇസ് നമ്മൾ ഈ പല പടങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ, കർണാടക കുറേ കഴിയുമ്പോഴത്തേനും നമ്മൾ വി ക്യാൻ ആക്ച്വലി നോ ദ സൗണ്ട്, ദ ഡയറക്ഷനൊക്കെ. ഐ ഹാവ് ആക്ച്വലി വിറ്റ്നസ്ഡ്. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് ഒരു കാട്ടിൽ ഒരു സൗണ്ട് അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് ഇല്ല, 0 സൗണ്ട്. നമുക്കൊരു ക്രാക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു
അവിടെ കാക്കയുണ്ട്, കാക്കയുടെ ആ ചിറക് അടിക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് അറിയാം ഡയറക്ഷൻ. നമുക്ക് അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബിസി വേൾഡ് ഇത്രയും സൗണ്ട് പൊല്യൂഷൻ ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് കിട്ടാത്ത, പക്ഷെ അവിടെ നിന്ന് പറഞ്ഞാൽ നമുക്ക് പിൻ പോയിന്റ് അറിയാം നമുക്ക് ഈ സൗണ്ട് ഇവിടെ നിന്നാണ് വന്നെന്ന്. ഐ നോട്ടീസ് ദാറ്റ് ലൈക്ക് അത്രയും സൈലൻസ് കാരണം നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഈ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ട് ക്യാമറ ക്ലിക്ക് ശബ്ദം ഒരു പ്രശ്നമല്ലായിരിക്കും ഇപ്പോൾ അല്ലേ? അതോ? അതെ, ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോഴത്തേന് ഞാൻ എൻ്റെ കയ്യിൽ D5 ഉണ്ടായിരുന്നു, 850 ഉണ്ടായിരുന്നു. D5 ഞാൻ 2 ഫ്രെയിം അടിച്ച് സാധനം ചാടിപ്പോയി. അതിൻ്റെ സൗണ്ട് അടിക്കുമ്പോൾ തന്നെ ഇത് ചെയ്യും. പിന്നെ ഞാൻ നേരം D850 ലൈവ് വ്യൂവിൽ നമുക്ക് സൈലൻ്റ് ഇതാണ്. ഞാൻ അതിൻ്റെ ഓപ്ഷൻ അറിയാമല്ലോ, അത് നമുക്ക് 850 ലൈവ് വ്യൂ പോയിട്ട്, ബിക്കോസ് ഐ വാസ് നോട്ട് യൂസിങ് മിറർലെസ് ദാറ്റ് ടൈം. പക്ഷെ ലൈവ് വ്യൂ പോകുമ്പോഴത്തേന് ഓൾറെഡി ഷട്ടർ ഇസ് അപ്പ്. അപ്പം നമുക്ക് ഫ്രെയിം എടുത്തുകൊണ്ടിരിക്കാം. പക്ഷേ ഫോക്കസിങ് ഒരു ഇച്ചിരി സ്ലോ ആയിരിക്കും എന്ന് മാത്രമേ. ദാറ്റ്സ് ഹൗ ഐ സ്റ്റാർട്ടഡ് ടേക്കിംഗ് ആ പടങ്ങൾ. ഐ വിൽ ഷോ യു വെരി ഇൻട്രസ്റ്റിംഗ്. ഞാൻ അന്റാർട്ടിക്കയിൽ എംപറർ പെൻഗ്വിൻ്റെ കോളനിയിൽ കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ട് ഞാനും എൻ്റെ ബ്രദർ രാജുനുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അത് വേറെ ഒരു പുറത്തുനിന്ന് ഒരു സാധനത്തിന് കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഈ അവിടെ മാമൽസ് ഒന്നും ഇല്ലല്ലോ, ഈ എംപറർ പെൻഗ്വിൻ അല്ലാതെ വേറെ. അപ്പം ഇതിന് പേടിക്കേണ്ടതായിട്ട് ഒരു ഇതില്ല. ഇപ്പം അത് വേറെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് പേടിച്ചു കൊടുക്കണം. അപ്പം ഇറ്റ് ഡസൻ നോ. അപ്പം നമുക്ക് വി ക്യാൻ ഗോ വെരി ക്ലോസ് ടു ദ കോളനി, ബട്ട് വി ഓൾവേസ് ആക്ച്വലി ട്രൈ ടു കീപ്പ് എ ലിറ്റിൽ distance. The reason is, like we don't want them to, നമ്മൾ ഏതെങ്കിലും അസുഖം അതിന് കൊടുത്തു കഴിഞ്ഞാൽ millions of penguins can actually die, like, so we don't want, like അത് അടുത്ത് വരുമ്പോൾ ആണെങ്കിലും ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുണ്ട് മാറുക. പിന്നെ ലൈക്ക് നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അത് പേടിച്ചു പോകും. അപ്പോൾ നമ്മൾ ഉരുണ്ട് സ്നോ അല്ല, അപ്പോൾ നമുക്കൊന്നും ഇല്ല, നമ്മൾ ഉരുണ്ട്. ഒരു പെൻഗ്വിന് അത് ഓർത്ത് ഞാൻ അതിൻ്റെ പേരെന്താണ്, അപ്പോൾ അത് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇത് ചെയ്തപ്പോൾ ആൻഡ് ഇറ്റ് വാസ്, ഞാൻ ആ ലാസ്റ്റ് ദിവസം വരുമ്പോഴത്തേന് എന്നെ വിടുന്നത്, ഞാനത് പോകുമ്പോഴത്തേന് ഇങ്ങനെ ചിറകിട്ട് കാണിച്ച് ലൈക്ക് ഇറ്റ് ഇസ്, എനിക്ക് അതിനെ വിട്ടിട്ട് പോരാനും വരും. 20 minutes it left the colony and like, so ഞാൻ ഐ വാസ് ഗോയിങ് ഇച്ചിരി ഫാസ്റ്റായിട്ട് പോകും, അന്നേരം ഓടി വരും. പിന്നെ ഞാനെന്ന് വെച്ചാൽ കോളനി വിട്ട് പോരല്ലോ. ദാറ്റ് വാസ് ആക്ച്വലി വെരി വെരി ടച്ചിങ്. like I will share with you the video. It is so touching. ഹാനയ്ക്ക് കിട്ടിയ അവാർഡുകൾ ഇപ്പോൾ ഓൾറെഡി ഒന്ന്. That is one is the NHM Natural History Museum. That's actually like called as the Oscar in photography. Okay. Second is the Nature's Best. That's the Smithsonian Award. Then the Siena, the Italian one. So she's bagged 3 awards in 2020. Wow. Malayalam പറയുമോ? Yeah, I can't speak, but I can understand. Okay, okay. So when did you start loving photography? I mean, my dad's been teaching us since we were probably 8, I think. He's been teaching us for a while now, and I think just after high school we started really getting into it, and he started training us a bit more. And so we'd be going on jeep rides with him, and yeah. So your mom will be going to miss you also. You will be going to, yeah? Hopefully. Yeah, that's right. I feel like she would call it more of a break. And how about your younger one? She is getting actually too serious on it, and something very interesting is coming up this year. It is, so we're just actually waiting for it. Special You're news. also excited now. She is very excited on that too. But she is actually putting a lot of effort, and she's doing her best. And you are in 7th Seventh grade. grade. Yeah? പേടിയില്ല, ഒട്ടും പേടിയില്ല. ഒട്ടും പേടിയില്ല. കാരണം ഞങ്ങൾ പോയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം നമുക്കറിയാം അവിടെ ഒത്തിരി സേഫാണെന്ന് നമുക്കറിയാം. അപ്പം നാട്ടിലപ്പോൾ എങ്ങനെ വിജയ് കാട്ടി പോകുമ്പോൾ നാട്ടിലെ കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു? ഇല്ല, കുഴപ്പമില്ലാതെ മാനേജ് ചെയ്യുന്നുണ്ട്.
പണ്ടൊക്കെ പേടിയായിരുന്നു. ഇപ്പം തിരിച്ചു വരുമ്പോ തിരിച്ചു വന്നു ആ ഒരു ഇതിലേക്ക് വന്നു. ഇപ്പൊ യൂസ്ഡ് ആയിരുന്നു. അതെ, ഇപ്പൊ യൂസായി. ഒത്തിരി നാളായില്ല പോകാൻ തുടങ്ങിയിട്ട്. അപ്പം നമ്മൾ പിന്നെ അങ്ങ് യൂസ്ഡ് ആവും. പിന്നെ പണ്ട് പേടിയാന്ന് പറയുമ്പോൾ, എന്നാലും പേടിയാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ പോകുന്നുണ്ട്, അപ്പം പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലെന്ന് മനസ്സിലായി. അത് സത്യം. നമ്മുടെ 2 മക്കളോടുണ്ടല്ലോ, അവരുടെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞേ. അവരും ശരിക്കും പറഞ്ഞാൽ ഫോട്ടോഗ്രാഫിയിൽ നല്ല ഇൻട്രസ്റ്റഡ് ആണ്. മൂത്ത മോള് സാൻഡ്ര, പുള്ളിക്കാരി മെഡിസിൻ പഠിക്കുന്നു. അത് കാരണം ഇപ്പം അതുമായിട്ട് ബിസിയാണ്. രണ്ടാമത്തെ മോള് പൊളിറ്റിക്കൽ സയൻസ് 3rd ഇയർ. പുള്ളിക്കാരി ഇവിടെ ഉണ്ട്. ജെനിഫർ, പുള്ളിക്കാരി ഇവിടെ ഉണ്ട്. ഇപ്പോൾ വരും പുള്ളിക്കാരി. ഇന്നൊരു ഫ്രണ്ടിനെ കാണാൻ പോയിരിക്കുക. അവരും പക്ഷെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ്. കുട്ടികളെല്ലാം വളരെ ഇൻട്രസ്റ്റഡ് ആണ്. സരിത ഒരു നല്ല പടം എടുത്തിട്ടുണ്ട്. ഞാനൊരു നല്ല പടം എടുത്തിട്ടുണ്ട്. അത് ആ ക്ലിപ്പിൽ ഞാൻ എന്താണ് ആ പടം? അത് മസായമറയാ. ആ പടം എടുത്തതിനകത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് ഇതുണ്ട്. ഇപ്പം അതൊന്നും എടുക്കണമെന്നില്ല കേട്ടോ. അത് ഇട്ടാലും കുഴപ്പമില്ല. അതിൻ്റെ അകത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവമുണ്ട്. ഒരു ലെപ്പേർഡ് മേലെ നിന്ന് ഇറങ്ങി വരാനായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പം ഞാനൊരു ക്യാമറ ഒക്കെ അവിടെ വെച്ചിട്ട് ഞാനിവിടെ ഇറങ്ങി വരും. ആ ലെപ്പേർഡ് അനങ്ങി ഇറങ്ങി വരുമ്പോൾ പിന്നെ കാണുന്ന എന്നെ ഒരു തട്ട് എൻ്റെ ക്യാമറ എടുത്തിട്ട് അതിൻ്റെ പടം പ്രൊഫഷണൽസ് പോലും തോറ്റു പോകും. അത് അങ്ങനെ ഒരു പടം അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നേ. ഇവരെങ്ങാണ്ട് ഒന്ന് മാറിയ സമയത്ത് ഞാൻ കണ്ടത് ഇറങ്ങി വരുന്നത്. ഇവരെ എല്ലാം മാറ്റിയിട്ട് ഞാൻ പോയി എടുത്തത് ഗപ്പടിച്ചു. അതെ അതെ. അതിനോട് ഒരു ഇൻട്രസ്റ്റ് ഇല്ല. മനുഷ്യരോട് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണോ മനുഷ്യരോട് പടങ്ങളോട് ഇൻട്രസ്റ്റ് ഇല്ല? ഒന്നാമത്തെ കാര്യം ഒരു സ്വാതന്ത്ര്യം. അതായത് ഇപ്പം ഞാൻ മനുഷ്യരുടെ പടം എടുക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ വരുമ്പോഴാണെങ്കിലും ചോദിക്കുക അതാരാണ്, അവരുടെ വീട് എന്താണ്, അവരുടെ പ്രായം എന്തുവാണ്, അവരെവിടെയാണ്, അവരെന്ത് ഈ മൃഗമാകുമ്പോഴത്തേന് ഇതിൻ്റെ കാണിച്ചാൽ മതി. ഇത് ചീറ്റ, ഇത് 5 ഫാമിലിയുടെ ഒരു ചീറ്റയാണ്. അപ്പം ഓക്കെ. പക്ഷെ പ്രകൃതി വന്യജീവി ഫോട്ടോഗ്രാഫറുടെ ചുറ്റുവട്ടങ്ങൾ ഈ വീട്ടിലെ കുട്ടികൾക്കും I don't give them any sort of luxury ഒന്നുമില്ല. ഇപ്പോഴാണേലും രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് they have to keep everything ready, and by 3:30 in the morning we have to leave home. It's like 1 hour drive from here. Yeah. 1 hour drive, and by 5:30 ആകുമ്പോൾ ഞങ്ങൾ സൈറ്റിൽ ചെല്ലണം to shoot the bird, and they both are ready. നിക്കോളിനും ഹാനയ്ക്കും കൂട്ടായി ജെന്നിഫറും ഇവിടെ ഇപ്പോൾ ഇല്ലാത്തത് സാൻഡ്ര. ഒരു ഭയങ്കര ഒരു ഇതാണ്. ഞാൻ രാവിലെ ഞങ്ങൾ മസായ്മറൊക്കെ പോകുമ്പോൾ ഞാൻ 2 ജീപ്പ് ബുക്ക് ചെയ്യും. കാര്യം എന്ന് വെച്ചാൽ ഇവർ എഴുന്നേറ്റ് വരുമ്പോഴത്തേന് നമുക്ക് വേണ്ട സാധനം അല്ല പോയി കഴിയും. അപ്പം ഞാൻ എൻ്റെ ജീപ്പ് നിങ്ങൾ എപ്പോഴേലും അപ്പം അല്ല കേൾക്കണം, അത് മീൻ. ഇപ്പം ഞാൻ ഒരു ദിവസം രാവിലെ 5:15 തന്നെ ഞാൻ ഡ്രൈവറിനെ ബുക്ക് ചെയ്ത് ഞാൻ തന്നെ പോയി. അപ്പം ഒരു 7:30 ആയപ്പോഴത്തേന് അപ്പം ഞങ്ങൾ മറ്റേ റേഡിയോ ബിറ്റ്വീൻ വി കണക്ട് വയർലെസ്. ഷീ കോൾസ്, "Dada, where are you?" So come fast, what I mean, we are living and there is a lion hunting, like ഇവര് പയ്യ വരുന്നവര്, ഇവര് ലയൺ ഹണ്ടിങ്ങിൻ്റെ അവിടെ ഞാനങ്ങ് ദൂരെ നിൽക്കുക. ഞാൻ വണ്ടി തിരിച്ച് പിന്നെ അടിച്ചിട്ട് വന്നപ്പോഴത്തേന് I got the picture, and that got African Photographer of the Year grand winner prize. അവര് ലേറ്റ് ആയതുകൊണ്ടല്ല. അല്ല അതാ പറഞ്ഞ lazy and lucky. I enjoy my time and the animals will come to me. കട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? കട്ട് ചെയ്താൽ പോയി. കാരണം മനുഷ്യരെ കുറിച്ച് ഇപ്പോഴാണ് പറയുന്നത്. Very true. അപ്പൊ അത് കട്ട് ചെയ്താൽ ഹ്യൂമൻ ടച്ച് പോകും. വീട്ടിലെല്ലാവർക്കും അവാർഡ് കിട്ടുന്ന ഒരു ദിവസം അടിച്ചു പൊളിക്കണം കേട്ടോ. പഴയ ഫോട്ടോ ഒക്കെ ഒന്ന് അവാർഡിന് അയച്ചു കൊടുത്ത് നോക്ക് കേട്ടോ. ഇല്ല, ഞാൻ ഇറങ്ങും കേട്ടോ.
വാസ്തുശില്പിയും സംരംഭകനും ചിത്രഗ്രാഹകനുമായ തോമസ് വിജയന്റെ ചിത്രകഥകൾ തുടരും.